ഒരു കമ്പനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റിപ്പോർട്ടിംഗ് എന്ന്. പല സമയത്തും ആളുകൾ റിപ്പോർട്ട് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് ആളുകൾ റിപ്പോർട്ട് ചെയ്യാത്തത്? റിപ്പോർട്ട് ചെയ്യുന്ന കമ്പനികളിൽ ചിലപ്പം പ്രോബ്ലംസ് സ്ഥിരമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നു. മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷേ പ്രോബ്ലംസ് സോൾവ് ആവുന്നില്ല. ഇതിന് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് ഓണറുടെ പ്രോട്ടോക്കോൾ, എന്താണ് മാനേജേഴ്സ് പ്രോട്ടോക്കോൾ, എന്താണ് ലീഡേഴ്സ് പ്രോട്ടോക്കോൾ, എന്താണ് സ്റ്റാഫിൻ്റെ പ്രോട്ടോക്കോൾ. ഇതെല്ലാം നമ്മൾ അറിയുമ്പോഴാണ് നമുക്ക് എക്സാക്റ്റ് ഒരു കമ്പനിയിൽ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ പ്രകാരം അല്ലെങ്കിൽ ഹയറാർക്കി പ്രകാരം ഒരു റിപ്പോർട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് ആളുകൾ റിപ്പോർട്ടിംഗ് ചെയ്യാൻ മടിക്കുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആളുകൾ റിപ്പോർട്ടിംഗ് ചെയ്യാൻ മടിക്കുന്നത് വെച്ചാൽ, നമ്മൾ റിപ്പോർട്ടിംഗ് ഇല്ലാത്തൊരു കമ്പനിയിൽ പോകുമ്പോൾ കുറച്ച് മിത്സുകളുണ്ട്. ആളുകൾ വിചാരിക്കുന്നത് റിപ്പോർട്ടിംഗ് ചോദിക്കുക എന്ന് പറയുമ്പോൾ ദേ ഡോണ്ട് ട്രസ്റ്റ് മീ എന്നുള്ളതാണ്. അവരെന്നെ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ റിപ്പീറ്റിന് ഒരു ഇറിറ്റേഷൻ പരിപാടിയാണ്, അല്ലെങ്കിൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടി ഒരുപാട് സമയം പോകും. അതേപോലെ തന്നെ വെറുതെ ഞാൻ പറഞ്ഞാൽ പോരെ, എന്തിനാ ഇപ്പോൾ ഇത് റിപ്പോർട്ടിങ്, ഞാൻ ഇതന്നല്ലേ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഇത് ചെറിയൊരു കമ്പനിയല്ലേ, ഈ കമ്പനി റിപ്പോർട്ടിങ് ആവശ്യമുണ്ട്. ഇങ്ങനത്തെ കുറേ ന്യായങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ ഡിസ്കഷൻസ് ഒക്കെയാണ് നമ്മൾ നടക്കാം. എന്തുകൊണ്ടാണ് ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ സൈക്കോളജി ഉണ്ട്. അതിൻ്റെ ഒരു 6 കാര്യം കൊണ്ടാണ് ആളുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഒന്നാമത്തെ കാര്യം ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റ് ആണ്. ഓക്കെ, എന്നെ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ഞാനൊരു മോശക്കാരനാവില്ലേ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് എന്നെ ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഫിയറാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒന്നാമത്തെ കാര്യമാണ്. സെക്കൻഡ് തിങ്സ് എന്ന് പറയുന്നത് എൻ്റെ മിസ്റ്റേക്കിൽ എക്സ്പോസ് ചെയ്യപ്പെടുമോ, ആളുകൾ അറിയോ എന്നുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഞാനൊരു മോണിറ്ററിങ്ങിൻ്റെ ഉള്ളിലാണ്, എൻ്റെ ഫ്രീഡം ഒക്കെ നഷ്ടപ്പെടും എന്നുള്ള ചിന്താഗതി കൊണ്ട് റിപ്പോർട്ട് ചെയ്യാതിരിക്കാം. വേറെ കാര്യം പ്രഷർ ആൻഡ് കമ്പാഷനാണ്. ഓക്കെ, കൂടുതൽ പ്രഷറാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ചില സ്ഥലത്ത് ലാക്ക് ഓഫ് അപ്രിഷിയേഷൻ ഉണ്ടാവും. ലാക്ക് ഓഫ് അപ്രിഷിയേഷൻ പറയുമ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് അയാളുടെ മിസ്റ്റേക്കാണല്ലോ കാണാം. അപ്പോൾ അയാൾക്ക് കറക്റ്റായിട്ട് ഇനി എനിക്ക് അപ്രിഷിയേഷൻ കിട്ടില്ല, ഇതുവരെ ഞാൻ ഇവിടുത്തെ ബെസ്റ്റ് എംപ്ലോയി ആയിരുന്നു, ഇനി റിപ്പോർട്ടിംഗ് വരുമ്പോൾ എൻ്റെ അപ്രിഷിയേഷനൊക്കെ നഷ്ടപ്പെടുമെന്നൊക്കെയുള്ള പ്രശ്നം കൊണ്ട് വരാം. പിന്നെ പ്രധാനപ്പെട്ട കാര്യം നോട്ട് അണ്ടർസ്റ്റാൻഡിങ് വൈ, എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടിംഗ് എന്നുള്ളത്, അല്ലെങ്കിൽ അത് അവരുടെ ആവശ്യമാണ്, അവർക്ക് എങ്ങനെ ഹെൽപ്പ് ആവുന്നതെന്ന് അറിയാത്തത് കൊണ്ടാണ്. അപ്പം എങ്ങനെ ഇതിൽ റിപ്പോർട്ടിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കൊണ്ടുവരുമ്പോൾ നമ്മൾ റിപ്പോർട്ടിംഗ് കൾച്ചർ കൊണ്ടുവരുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം അവർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന പോസിറ്റീവ് കാര്യങ്ങളെ നമ്മളെപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്യുക. ഹായ്, ഇപ്പോൾ റിപ്പോർട്ടിംഗ് ചെയ്തപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളിങ്ങനെ ബെസ്റ്റ് പെർഫോമർ ആണല്ലേ, എങ്ങനെ നല്ല രീതിയിൽ അവർക്ക് എന്തൊക്കെ അപ്രിഷ്യേഷൻ കൊടുക്കാൻ പറ്റുമോ ആ സാധനങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡോണ്ട് ക്രിട്ടിസൈസ്. ഇനിയിപ്പോൾ ഒരാൾക്കൊരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ തന്നെ അവർ മീറ്റിങ്ങിന് വിളിക്കുക. അവർ മീറ്റിങ്ങിന് വിളിച്ച് ആദ്യ സമയത്തൊക്കെ പേഴ്സണൽ മീറ്റിങ്ങിന് ഇരിക്കുക. എന്നിട്ട് പറയാം വിഷമിക്കുന്നത് വേണ്ട, റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെ മിസ്റ്റേക്ക് നിങ്ങൾ ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എന്നിട്ട് അവരെ എന്ത് ചെയ്യുക, മാക്സിമം അവരെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം അവരെ ഫീഡ്ബാക്ക് എടുത്തിട്ട് അവരെ റിപ്പോർട്ടിങ്ങിലേക്ക് വരാനുള്ള ഹെൽപ്പിംഗ് സാധനത്തിലേക്ക്, ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ട് നോക്കുക. സെക്കൻഡ് തിങ്സ് ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നടക്കുന്നില്ലെങ്കിൽ പിന്നീട് നമ്മൾ കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്ന രീതിയിലായിരിക്കും. നിങ്ങൾക്ക് ഈ റിപ്പോർട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി വരിക. കറക്റ്റ് റിപ്പോർട്ടിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാലറി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ കട്ടിങ്സുകൾ, അല്ലെങ്കിൽ അവർക്ക് വരാൻ പോകുന്ന ഇൻസെൻറ്റീവുകൾ കട്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ട്രിപ്സുകളോ കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ അതിന് കട്ടിങ് വരാൻ ചാൻസ് ഉണ്ട്. ഇതൊരു പോയിൻ്റ് വൈസ് വരിക, ഇവരുടെ പ്രൊമോഷനെ ബാധിക്കുക എന്നൊക്കെ രീതിയിലേക്ക് ഈ ഒരു കൾച്ചറിനെ ബിൽഡ് ചെയ്യാനാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓണർ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഇവിടെ ഓണർ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, പല കമ്പനികളിലും കാണുന്നൊരു മിസ്റ്റേക്കാണ് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജസ് ആയിട്ട് റിപ്പോർട്ട് അയക്കാം. അത് ആദ്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു ഗൂഗിൾ ഫോമിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു CRM ഗൂഗിൾ ഷീറ്റോ ഒക്കെയാണ് റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കേണ്ടത്. ഇനി എങ്ങനെയാണ് റിപ്പോർട്ടിംഗ് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ ഒരു ഐഡിയൽ ഫ്ലോ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. വാട്സപ്പിൽ ഇങ്ങനെ കുറേ മെസ്സേജസ് അയച്ചു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ആവില്ല. അതിന് റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് ഉണ്ടായിരിക്കണം. ആ ഫോർമാറ്റ് ത്രൂ ആണ് ഉണ്ടാവുന്നത്. ഒരു ഐഡിയൽ റിപ്പോർട്ട് ഫ്ലോ എന്ന് പറയുന്നത് സ്റ്റാഫുകൾ എന്ത് ചെയ്യുക, നേരെ ടീം ലീഡർക്ക് കൊടുക്കുക. എക്സിക്യൂട്ടീവ് ലെവലുള്ള സ്റ്റാഫുകൾ ആ ടീം ലീഡർക്ക് കൊടുക്കുക. ടീം ലീഡേഴ്സ് അവരുടെ മുകളിലുള്ള മാനേജേഴ്സിന് കൊടുക്കുക. മാനേജേഴ്സിൻ്റെ COമാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക. അങ്ങനെ ഫൈനലാണ് ആ ഓണറുടെ മുമ്പിലേക്ക് ആ റിപ്പോർട്ട് എത്തേണ്ടത്. ആ റിപ്പോർട്ടിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഓരോരോ കാര്യങ്ങളും അതിൻ്റെ താഴെയുള്ള ആളുകൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഓണേഴ്സിൻ്റെ പ്രോട്ടോക്കോളാണ്. ഓണേഴ്സ് ഈ 4 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഓണേഴ്സ് 4 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും ഓരോ എംപ്ലോയീസിനോട് ഡയറക്റ്റ്ലി ചോദിക്കുക. നിങ്ങൾക്കൊരു പ്രോട്ടോക്കോൾ വേണം, നിങ്ങളുടെ തൊട്ട് താഴെയുള്ള മാനേജറോടെ നിങ്ങൾ റിപ്പോർട്ട് ചോദിക്കുകയുള്ളൂ. എല്ലാവരോടും പോയിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ താഴെയുള്ള ആൾക്കൊന്നും ഉണ്ടാവില്ല, ഒരു വാല്യൂ ഉണ്ടാവില്ല. നിങ്ങൾ തൊട്ട് താഴെ ആരാണോ അയാളോട് മാത്രമേ നിങ്ങൾ റിപ്പോർട്ട് ചോദിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഓരോ എംപ്ലോയീസ് നീ അവനെ ഇങ്ങോട്ട് വിളിച്ചേ എന്നൊന്നും പറഞ്ഞിട്ട് അത് അയാളുടെ സാന്നിധ്യത്തിലാണ് പിന്നീട് സംസാരിക്കേണ്ടത്. ഓക്കെ, മാനേജറുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ സംസാരിക്കും. മാനേജറോട് പറയാമെങ്കിൽ അവനെ വിളിക്കും. മാനേജറും ഇയാളെയും കൂടെ കൂട്ടിയതിന് ശേഷം സംസാരിക്കേണ്ട തീരുമാനം എടുക്കേണ്ട ആളും മാനേജേഴ്സ് ആയിരിക്കണം. പിന്നെ നമ്മളൊരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഗ്രൂപ്പ്സുകളൊക്കെ ചെക്ക് ചെയ്യുക. റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഓരോ ഗ്രൂപ്പുകളും നമ്മൾ പോവുക. നമുക്ക് ഇത്ര ക്ലയൻസ് ഉണ്ടെങ്കിൽ എല്ലാ ക്ലയൻസിൻ്റെ ഗ്രൂപ്പിൽ നമ്മൾ ഇടപെടുക. ഇതൊന്നും
ഓണർ ചെയ്യാൻ പാടുള്ള ഒരു കാര്യമാണ്. ഗിവ് ഓവർ ഇൻസ്ട്രക്ഷൻസ്. നമ്മളിങ്ങനെ വാക്കുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയരുത്. അതിന് സ്റ്റാൻഡേർഡ് ഫോർമാറ്റോ SOP ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു മാർഗ്ഗം എന്ന് പറഞ്ഞത്. പിന്നെ ആളുകൾ പിന്നാലെ കൂടിയിട്ട് എന്തായി, എവിടെയായി, അതെന്തായത്, അങ്ങോട്ടായെന്ന് ആ രീതിയിലേക്കുള്ള അപ്ഡേഷനിലേക്ക് പോകാതിരിക്കും. അപ്പോൾ മാക്സിമം നമ്മുടെ താഴെയുള്ള ടീമിനെ എന്ത് ചെയ്യുക, മാക്സിമം ഡെവലപ്പ് ചെയ്തിട്ട് അതിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. മാനേജേഴ്സിൻ്റെ പ്രോട്ടോക്കോൾ പറഞ്ഞു കഴിഞ്ഞാൽ മാനേജേഴ്സ് എപ്പോഴും ചെയ്യേണ്ടത് അയാളുടെ തൊട്ട് താഴെയുള്ള ടീമിലേക്ക് തന്നെ, ടീം ലീഡറിലേക്ക് എന്ത് ചെയ്യണം, കളക്ട് റിപ്പോർട്ട്. എല്ലാ റിപ്പോർട്ടുകളും എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. ആ കളക്ട് ചെയ്ത റിപ്പോർട്ടിനെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഒന്ന് ചെറുതാക്കിയിട്ട് നോക്കുക. അതിനെല്ലാം കൂടെ ചെറുതാക്കിയിട്ട് അതിൻ്റെ മെയിൻ കാര്യങ്ങൾ നോക്കിയിട്ട് എന്തൊക്കെയാണ് അതിൽ ഇഷ്യൂസ് എന്നുള്ളതും ഏതൊക്കെ കാര്യങ്ങൾ വർക്കായി എന്നുള്ളത് നോക്കുക. എന്നിട്ട് ഇഷ്യൂസ് ഹൈലൈറ്റ് ചെയ്യുക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തൊട്ട് മുകളിലുള്ള ആൾക്ക് ഇന്ന ഇഷ്യൂസുകളൊക്കെ ഉണ്ട്, ഇന്ന കാര്യങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടെന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആ ടീമിനെ വിളിച്ചിട്ട്, ഈ ലീഡേഴ്സിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ റിവ്യൂ മീറ്റിംഗ് ഇരിക്കുക. ഇതാണ് മാനേജേഴ്സിൻ്റെ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ലീഡേഴ്സിൻ്റെ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് അവരുടെ തൊട്ട് താഴെയുള്ള ഓരോ ടീം മെമ്പേഴ്സും ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് നേരെ മേടിച്ച് വെക്കലല്ല. ആ സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുക, നല്ല രീതിയിലേക്ക് അനലൈസ് ചെയ്ത് വെക്കുക. ആ റിപ്പോർട്ടുകൾ ചെക്ക് സ്റ്റാഫ് റിപ്പോർട്ട്, എന്നിട്ട് അതിൻ്റെ അക്യുറൻസി, എന്തെങ്കിലും റിപ്പോർട്ട് കൊടുത്ത് രക്ഷപ്പെടുക എന്നുള്ളത് അത് അക്യുറേറ്റ് റിപ്പോർട്ടാണ്. അവർ തന്നിരിക്കുന്ന ഒരു 95% അക്യുറേറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തണം. അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അയാളെ തൊട്ട് മുമ്പുള്ള മാനേജർക്ക് കൊടുക്കുന്നതിന് മുമ്പ് അയാളെ വിളിക്കുകയും ആ റിപ്പോർട്ടിൽ വേണ്ട കറക്ഷൻസ് ഒക്കെ വരുത്തുകയും ചെയ്തിട്ട് മാത്രമാണ് മാനേജേഴ്സിനെ ഫോർവേഡ് ചെയ്യേണ്ടത്. അല്ലാതെ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അതേപോലെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യലല്ല ആരുടെ ജോലി എന്ന് പറയുന്നത്, ലീഡേഴ്സിൻ്റെ ജോലി. അതേപോലെ തന്നെ അതിൻ്റെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക എന്നുള്ളതും ലീഡേഴ്സിൻ്റെ ഒരു പ്രോട്ടോക്കോൾ വരുന്നതാണ്. ഇനി അതിന് തൊട്ടതായ സ്റ്റാഫിൻ്റെ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്, സ്റ്റാഫിൽ മസ്റ്റ് അപ്ഡേറ്റ് റിപ്പോർട്ടാണ്. 11 മണിക്ക് എന്ന് പറഞ്ഞാൽ 11 മണിക്ക് ആ റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാവണം. അത് സ്റ്റാഫുകൾ ട്രെയിൻ ചെയ്യണം, സ്റ്റാഫുകൾ ആ കൾച്ചറിലേക്ക് എത്തിക്കേണ്ടതൊക്കെ ഈ ലീഡേഴ്സാണ്. രണ്ട്, അവർക്ക് തോന്നുന്ന രീതിയിലല്ല, കമ്പനി ഒരു കൊടുത്തിരിക്കുന്ന ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ആ റിപ്പോർട്ട് കിട്ടുന്നതെന്ന് ചെയ്യണം, ഉറപ്പിക്കണം. മൂന്നാമത്തെ കാര്യം, എല്ലാ റിപ്പോർട്ടുകളും പെൻഡിങ് ആയിട്ടുള്ള ടാസ്കുകളോ പെൻഡിങ് ആയിട്ടുള്ള കോളുകളോ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നാലാമത്തെ കാര്യം, അവർ റിപ്പോർട്ട് ചോദിക്കുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ പറയേണ്ടത്. എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ഉണ്ടാവുന്ന മൊമെൻറ്റിൽ തന്നെ ഈ ടീം മെമ്പേഴ്സിനോട് റിപ്പോർട്ടിങ് ചെയ്യാനും വേണ്ടിയിട്ട് അറിയിക്കണം. റിപ്പോർട്ടിങ് ഈസ് നോട്ട് അബൌട്ട് കൺട്രോൾ, ഇറ്റ്സ് അബൌട്ട് ക്ലാരിറ്റി, അക്കൗണ്ടബിലിറ്റി ആൻഡ് പ്രോഗ്രസ് എന്നാണ് പറയുന്നത്. റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുന്ന സംഭവമല്ല. റിപ്പോർട്ടിംഗ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. മെഷർ ചെയ്യുന്ന സംഭവത്തിന് കൺട്രോൾ ചെയ്യാന്ന്. കൺട്രോളിങ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടാണ് നമ്മൾ എടുക്കേണ്ടതാണ്. അതായത് ഒരാളങ്ങനെ വരച്ച വരവ് നിർത്താനല്ല, എന്താണ് സംഭവിക്കുന്നത്, കൂട്ടണോ കുറക്കണോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു കൺട്രോളിംഗ് ഉണ്ടാവില്ല. സ്പീഡ് കൂട്ടണോ കുറക്കണോ, ടേൺ ചെയ്യണോ, റൈറ്റിക്ക് ടേൺ ചെയ്യണോ, ലെഫ്റ്റിക്ക് ടേൺ ചെയ്യണോ, റിവേഴ്സ് പോകണം എന്നൊക്കെ ഒരു കൺട്രോളിംഗ് ആണ്. എന്നതുപോലെ കമ്പനീൻ്റെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നിലനിന്ന് പോകാനാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറെക്കുറെ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഫ്രീ കമ്മ്യൂണിറ്റി ഉണ്ട്. ആ ഫ്രീ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഡൗട്ട്സുകളൊക്കെ ചോദിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. സോ താങ്ക് യു.